ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കങ്കുവയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ ഒഫീഷ്യലായി പുറത്തുവിടുമ്പോൾ നല്ല ഒരു കളക്ഷനായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 58,62,00,000 രൂപയാണ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്. ഇതിനെ പലപ്പോഴും കളിയാക്കിക്കൊണ്ട് പലരും പുറകെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാം, ഈ പറയുന്ന പലരുടെയും ഇഷ്ടപ്പെട്ട നടന്മാരുടെ തള്ളുകളിലൂടെ മാത്രമാണ് 50-100 കോടിയൊക്കെ നേടിയിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും കണക്കുകൾ പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. കങ്കുവ എന്ന സിനിമ അതിമനോഹരമോ മികച്ചതോ എന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഫാൻസ് പോലും അത് ആവറേജ് ആണ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നുള്ള ലെവലിലേക്ക് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒഫീഷ്യലായി വന്ന കളക്ഷൻ 58.62 കോടിയാണ്. നമുക്കതിൻ്റെ ആദ്യത്തെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ വന്നപ്പോൾ തീർച്ചയായും ആ റേഞ്ചിലേക്ക് എത്താനുള്ള ചാൻസുകളുണ്ട്. ഇനിയും ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരികയാണെങ്കിൽ ഇതുവരെ സിനിമയ്ക്ക് വലിയ ഒരു ഇടിവ് തന്നെയാണ് രണ്ടാം ദിവസം ഉണ്ടായിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് എന്നുള്ളതാണ്. ആദ്യ ദിനം കേരള കളക്ഷൻ ട്രാക്ഡ് കളക്ഷൻ വന്നത് 1500 മുകളിലുള്ള ഷോകളിൽ 3,18,00,000 രൂപ, അതായത് ഏകദേശം 4 കോടിക്കടുത്താണ് സിനിമയുടെ കളക്ഷൻ വന്നതെങ്കിൽ ഇന്ന് 27 ലക്ഷം രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് 1,35,00,000 രൂപയോളം ആയിരിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് കാത്തിരിക്കാം. എന്താണേലും കങ്കുവ തുടക്കം മിന്നിച്ചു എന്ന് തന്നെ പറയാം. ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസും കാര്യങ്ങളും എല്ലാം വന്നിട്ടും സിനിമയ്ക്ക് മികച്ച ഒരു തുടക്കം തന്നെയാണ് കിട്ടിയത്. ഇനി വരുന്ന ദിവസങ്ങളിൽ സിനിമയ്ക്ക് അതിനോട് ന്യായം പുലർത്തുന്ന രീതിയിലുള്ള കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷകളൊന്നും തന്നെയില്ല. കാരണം അത്രത്തോളം നെഗറ്റീവാണ് സിനിമയുടെ റെസ്പോൺസ് വന്നിരിക്കുന്നത്. പലപ്പോഴും കളിയാക്കിക്കൊണ്ട് 2,000 കോടി നേടുമോ എന്നൊക്കെ ചോദിച്ചാൽ തിരിഞ്ഞ് ഒന്ന് നോക്കാം. ഇങ്ങനെ 2,000 കോടി ഒരു ഡയറക്ടറിന് പ്രതീക്ഷിക്കണമെങ്കിൽ സൂര്യയെ പോലെയുള്ള ഒരു നായകൻ തന്നെ വേണം. ഇതിലും വലിയ നായകന്മാരും കാര്യങ്ങളുമൊക്കെ ഉണ്ട്, അവർ നേടിയിട്ടുമുണ്ട്. പക്ഷേ മലയാളത്തിൽ നമുക്ക് ചിന്തിക്കാൻ അങ്ങനെ ഒരു നായകൻ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.